അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എന്ത് പ്രശ്നം? ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. എന്നിട്ട് ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. ഉദ്ദേശം മാത്രമേ ഉള്ളൂ, അല്ലാതെ ആരും മികച്ചതാണ്, ആരും മോശപ്പെട്ടവരാണെന്ന് പറഞ്ഞിട്ടില്ല. ഈ ഒരു ചട്ടക്കൂടിനകത്ത് നിന്ന് പുറത്തു വരണമെന്ന് പറഞ്ഞത് ഈയിടെയായിട്ട് കുറച്ച് ഉളപ്പുന്നുണ്ട്. ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടത്തിയ മാടമ്പിത്തരം എന്ന് കൃത്യമായി പറയാൻ കഴിയുന്ന പ്രതികരണമോ? ഉന്നത കുലജാതനായിരിക്കുമ്പോൾ അവരനുഭവിച്ച പ്രിവിലേജ് എന്തൊക്കെയാണെന്ന് അദ്ദേഹത്തിന് അറിയും. ആ പ്രിവിലേജ് താഴെയുള്ള പാവപ്പെട്ടവർക്കും തൊഴിലാളികൾക്കും കിട്ടാൻ ഏറ്റവും രീതിയിലുള്ള തീരുമാനമെടുക്കാനും അത് മനസ്സിലാക്കാനും അങ്ങനെ ആ പ്രിവിലേജ് അനുഭവിച്ചവർക്കേ പറ്റുള്ളൂ എന്ന് നിലപാടെടുത്ത ഒരു സംഘടനയാണ് CPM കേരളത്തിലെ. ബുദ്ധിമാനായിക്കോ, പക്ഷെ മറ്റുള്ളവരെ വെറും മണ്ടന്മാരായി കളയരുത് കേട്ടാ. ഞാൻ അതിനോട് യോജിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല സുരേഷ് ഗോപി എന്തിനാണ് ഇത് പിൻവലിച്ചത് എന്നുള്ള കാര്യം. മനസ്സിലായില്ലടാ ജാടത്തേണ്ടി ഇവിടെ നമ്മൾ ഉന്നത കുലജാതൻ അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരൻ എന്ന് വേർതിരിവുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും അതുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നമ്മുടെ സമൂഹത്തിലുള്ള ചിലരുടെ മനസ്സിൽ എന്നുള്ളതാണ്. ഈ നാട്ടിൽ സംവരണം എന്ന് പറയുന്നത് എന്തിനാണുള്ളത്? അതായത് നൂറ്റാണ്ടുകളായി നിലനിന്ന ആ കൊടിയ പാപം ഇതൊന്നും നിലനിന്നിട്ടില്ലെന്നോ ഇതൊന്നും ഇല്ല എന്നോ ഇതൊക്കെ ഇപ്പോഴും ചില വിഷമനസ്സുകളിൽ കുടിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമൊന്നും ഇവിടെ ആരും കാണാതിരിക്കുന്നില്ല. നിനക്ക് വിവരക്കേട് നന്നായിട്ട് ചേരുന്നുണ്ട്, പക്ഷെ അത് അലങ്കാരമായിട്ട് കൊണ്ടുവരണം കേട്ടാ. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി വൈകി വന്ന ഒരല്പം വിവേകം എന്നതുപോലെ താൻ പറഞ്ഞ ശുദ്ധ ബോഷ്ക്ക് പിൻവലിക്കാൻ തയ്യാറായിട്ടും ചർച്ചയിൽ അദ്ദേഹത്തെ പ്രതിദാനം ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ സഹപാനലിസ്റ്റിന് എന്തിനു പിൻവലിച്ചു? അതാണ് അദ്ദേഹത്തിന്റെ സന്ദേഹം. ഏതെങ്കിലും ഒരു പദവിയിൽ ഏതെങ്കിലും ഒരു കുലത്തിലോ ജാതിയിലോ പെട്ടയാൾ വന്നിരുന്നാൽ അത് വേണ്ട, മറ്റൊരു കുലത്തിൽപ്പെട്ടയാൾ വന്നിരിക്കണം എന്ന് പറയാൻ ഇവർക്ക് ആരാണ് അവകാശം നൽകിയത്? ഇവരാരാണ്? കുലവും ജാതിയും നോക്കി ഉന്നതനെന്നും താഴ്ന്നവരെന്നും നിശ്ചയിക്കാൻ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ കേരളത്തിലെ ഇന്ത്യയിലെ നേതാക്കന്മാർക്ക് ആരാണ് അവകാശം കൊടുത്തത്?